ഹായ് ഓൾ. അപ്പോൾ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരം അവസാനിച്ചിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്ക 187 റൺസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയിരുന്നു. ഇത് തുടർന്ന് ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് വെറും 111 റൺസ് മാത്രം നേടാനേ 18.5 ഓവറിൽ സാധിച്ചുള്ളൂ. അങ്ങനെ ഇന്ത്യ ഒരു വമ്പിച്ച പരാജയം, 76 റൺസിൻ്റെ ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങാൻ ഇന്ന് നരേന്ദ്രമോദി സ്റ്റേഡിയം സാക്ഷിയായി. അവിടെ ഉണ്ടായിരുന്ന 1 ലക്ഷത്തോളം വരെ ആരാധകർക്ക് ഒന്ന് മനസ്സറിഞ്ഞ് കൈയടിക്കാൻ പോലും സാധിക്കാത്ത ഒരു ദിവസമായിരുന്നു ഇന്ന്. സൗത്ത് ആഫ്രിക്കക്കെതിരെ നല്ല റെക്കോർഡ്സ് ഉണ്ടായിരുന്ന സഞ്ജു സാംസനെ ഇന്നും ചാൻസ് കൊടുക്കാതെ ബെഞ്ചിലിരുത്തുകയാണ് ടീം മാനേജ്മെൻറ്റ് ചെയ്തത്. അതിന് പകരമായി അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും രണ്ടുപേരും ടീമിൽ ഇടം പിടിച്ചു. പക്ഷേ രണ്ടുപേർക്കും ഇന്നും പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. അഭിഷേക് ശർമ്മയാകട്ടെ ഇന്നും ഒരു വലിയ രീതിയിലൊന്നും പുള്ളിക്കും കളിക്കാൻ കഴിഞ്ഞില്ല. 15 റൺസ് മാത്രമാണ് ഇന്ന് നേടാൻ സാധിച്ചത്. സൂര്യയും തിലകും പഴയപടി തന്നെ വളരെ സ്ലോ ആയിട്ടുള്ള കളിയാണ്. തിലക് 2 റൺസിന് നേരത്തെ പുറത്താവുകയാണ് ഇന്ന് ഉണ്ടായത്. ബാക്കി ഇന്ന് ഇഷാൻ കിഷാൻ ഡക്കായിരുന്നു. 4 ബോൾ പേസ് ചെയ്തു. അങ്ങനെ ഡക്കായി മടങ്ങുകയാണ് ഉണ്ടായത്. ടോപ്പ് ഓർഡർ എല്ലാവരും തന്നെ വമ്പിച്ച പരാജയമായിരുന്നു ഇന്ത്യയുടെ ഇന്നത്തെ എടുക്കുകയാണെങ്കിൽ. പിന്നെ തുബെ മാത്രമാണ് ഒരു മാന്യമായ ഒരു സ്കോർ 42 റൺസ് നേടാൻ സാധിച്ചത്. അത് വലിയ റൺ റേറ്റ് ഒന്നുമില്ല. പക്ഷേ തുബേക്ക് മാത്രമാണ് ഒരു കമ്പാരിറ്റീവ്ലി നല്ലൊരു പെർഫോമൻസ് ഇന്ത്യക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചത്. ബാക്കി എല്ലാവരും തന്നെ ഇന്ന് പരാജയമായിരുന്നു ബാറ്റിങ്ങിൽ. അങ്ങനെ ഇന്ത്യ ആദ്യമായാണ് ഇത്രയും വലിയൊരു കനത്ത പരാജയം ഏറ്റുവാങ്ങുന്നത്. ഒരു കണക്കിന് നന്നായി എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇനി അങ്ങോട്ടുള്ള മത്സരത്തിൽ ചിലപ്പോൾ ഫൈനലിൽ സൗത്ത് ആഫ്രിക്ക തന്നെയാണ് ഇന്ത്യക്ക് ചിലപ്പോൾ ഏറ്റുമുട്ടേണ്ടി വന്നാൽ ഇതൊരു പാഠം ഉൾക്കൊണ്ട് ഇതിൽ നിന്നും മാറ്റങ്ങൾ ഇന്ത്യ വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഫോം ഔട്ടായിരിക്കുന്ന ചില ബാറ്റ്സ്മാൻമാരെ ഒഴിവാക്കി പകരം ഒരു വലങ്കയ്യൻ ബാറ്റ്സ്മാനെ ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും സഞ്ജു സാംസൺ ബെഞ്ചിലിരിക്കുന്നുണ്ട്. സഞ്ജുവിന് തീർച്ചയായും അവസരം നൽകേണ്ടതായിട്ടുണ്ട്. കാരണം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നല്ല റെക്കോർഡ്സുള്ള ഒരു ബാറ്റ്സ്മാനായിരുന്നു സഞ്ജു സാംസൺ. 2 സെഞ്ചുറികൾ ഡർബനിലും ജോഹനാസ്ബർഗിലും അടിച്ചിരുന്ന സഞ്ജുവിനെ ഇന്ന് കളിക്കേണ്ടിയിരുന്നത് നിർബന്ധമായിരുന്നു. പക്ഷേ സഞ്ജുവിനെ ടീം ഒഴിവാക്കിയതിൻ്റെ വില ഇന്ന് ടീം മാനേജ്മെൻറ്റ് മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത മത്സരങ്ങളിൽ സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ് എന്നീ രാജ്യങ്ങൾക്കെതിരെയുള്ള മത്സരങ്ങളിൽ തീർച്ചയായും സഞ്ജു സാംസൺ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളിൽ കഴിഞ്ഞ ദിവസം സൂര്യ എന്ന് പറഞ്ഞ പോലെ ആരെ റീപ്ലേസ് ചെയ്യും അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. കാരണം 2 ആൾക്കാരും ഫോം ഔട്ടിലാണ്. അഭിഷേക് ആയാലും തിലകായാലും ഫോം ഔട്ടിൽ തന്നെയാണ്. ആരെ വേണമെങ്കിലും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വലങ്കയം ബാറ്റ്സ്മാനെ മുൻനിര ടോപ്പ് ഓർഡറിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത മത്സരം.